UDF കയ്പമംഗലം നിയോജക മണ്ഡലം സ്ഥാനാർത്ഥി TM നാസർ കയ്പമംഗലം പഞ്ചായത്തിലെ വിവിധയിടങ്ങളിൽ പര്യടനം നടത്തി. കൂരിക്കുഴി സെന്ററിൽ നിന്ന് ആരംഭിച്ച പര്യടനം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകൾ മറിയ ഉമ്മൻ ഉദ്ഘാടനം ചെയ്തു. എല്ലാവരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. 15 വർഷത്തെ വികസന മുരടിപ്പ് ഇതിനൊക്കെ ഒരു അന്ത്യം വേണ്ടേ? കേരളത്തിലുടനീളം കഴിഞ്ഞ 10 വർഷം നോക്കുകയാണെങ്കിൽ യാതൊരു വിധമായ വികസനം നടന്നിട്ടില്ല, ക്ഷേമ പ്രവർത്തനങ്ങൾ നടന്നിട്ടില്ല. എൻ്റെ അപ്പ തുടങ്ങി വെച്ച എല്ലാ ക്ഷേമ പദ്ധതികളും നിർത്തലാക്കി സാധാരണക്കാരന് ജീവിക്കാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് ഉള്ളത്. കേരളം നമ്മുടെ ചെറുപ്പക്കാരെല്ലാം അവർക്ക് ഇവിടെ ജീവിക്കാനുള്ള സാഹചര്യങ്ങളില്ലാത്തത് കൊണ്ട് എല്ലാവരും പുറത്തേക്ക് പോയി കേരളം ഒരു ഓൺലൈനുമായി മാറിക്കൊണ്ടിരിക്കുന്നു. ചെറുപ്പക്കാർക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം. ബാക്കി ഏത് മേഖലയിൽ വിലക്കയറ്റം സാധാരണക്കാരന് പറ്റുന്നില്ല, ക്ഷേമ പദ്ധതികളില്ല, പെൻഷനുകളില്ല, ഒരു വരുമാനമില്ലാത്തവരെ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു പദ്ധതികൾ, ക്ഷേമ പദ്ധതികളെല്ലാം നിർത്തി. ഇതിനൊക്കെ ഒരു അറുതി വരേണ്ടതിൻ്റെ എന്തിനാണ് നമ്മൾ നിൽക്കുന്നത്? ഇനി അടുത്തൊരു 5 വർഷം കഴിഞ്ഞ് നമുക്കിവിടെ ഇങ്ങനെ നിൽക്കാൻ സാധിക്കുമോ എന്നുള്ളത് തീരുമാനിക്കുന്ന ഒരു ലക്ഷ്യമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഇപ്പം ഈ ഒരു 5 വർഷം നമുക്ക് ആ യാത്രയിൽ നമുക്ക് സഹായിക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ അടുത്ത 5 വർഷം കഴിയുമ്പോൾ നമ്മളൊക്കെ തന്നെ 5 വർഷം കൂടെ ഇവിടെ കാണത്തേ ഉള്ളൂ. ഇപ്പോൾ ഉള്ള ആരെങ്കിലും ചെറുപ്പക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവരും ഇവിടെ കാണത്തില്ല. പിന്നെ സാധാരണക്കാരന് തീരെ ദിവസം ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത സാഹചര്യം. അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ഒരു ജീവൻ മരണ പോരാട്ടം എന്നുള്ള രീതിയിൽ എല്ലാവരും കാണണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ സ്ഥാനാർത്ഥിയെ പറ്റി പറയുകയാണെങ്കിൽ എൻ്റെ അപ്പയുമായിട്ട് വളരെയേറെ അടുത്ത ബന്ധം ഉണ്ടായിരുന്ന വ്യക്തി, സ്ഥാപിച്ചിരുന്ന വ്യക്തി നാസറിക്ക അപ്പയുടെ കല്ലറയിൽ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഈ സ്ഥാനാർത്ഥിയായതിനു ശേഷം എല്ലാം തുടങ്ങിയത്. KV അബ്ദുൽ മജീദ് അധ്യക്ഷനായി. സ്ഥാനാർത്ഥി TM നാസർ, നേതാക്കളായ MK അബ്ദുൽ സലാം, CS രവീന്ദ്രൻ, PMA ജബ്ബാർ, CJ പോൾസൺ, സജയ് വയനപ്പള്ളി, മുജീബ് റഹ്മാൻ, സുനിൽ P മേനോൻ, മണി കാവുങ്ങൽ, KK സഖരിയ, ബീന സുരേന്ദ്രൻ, OS നഫീസ, ഉമറൽ ഫാറൂഖ്, KB അനിൽകുമാർ, TK സെയ്തു, CJ ജോഷി തുടങ്ങിയവർ വിവിധയിടങ്ങളിൽ സംസാരിച്ചു. പര്യടനം വൈകിട്ട് വഞ്ചിപ്പുരയിൽ സമാപിക്കും.